ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഡിജിറ്റൽ എനർജി മീറ്ററാണ്. നമുക്കിത് ഉപയോഗിച്ച് വീട്ടിലോ ഓഫീസിലോ എവിടെ വേണമെങ്കിലും ഏത് ഉപകരണങ്ങളാണ് കൂടുതൽ കറണ്ട് എടുക്കുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എത്ര യൂണിറ്റ് നമ്മൾ ഇത്രയും ദിവസം എത്ര യൂണിറ്റ് ഉപയോഗിച്ചെന്ന് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അറിയാൻ സാധിക്കും. ഇത് നമുക്ക് ആമസോണിലൊക്കെ പല റേറ്റിൽ അവൈലബിളാണ്. 1000 തൊട്ട് 1800 ആ റേഞ്ചിൽ അവൈലബിളാണ്. ഇതിൻ്റെ കൂടെ CT കോയിൽ വരുന്നതിന് 1800 ആ റേഞ്ച് വരുന്നത്. CT കോയിലുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ നമുക്ക് ഒരു ലൈൻ വോൾട്ടേജ് എത്ര എന്നുള്ളത് കാണിക്കും. പിന്നെ ഇതിൻ്റെ എത്ര വാട്ട്സ് എത്ര വാട്ട്സ് ഉപയോഗിക്കുന്നത് കാണിക്കും. എത്ര ആംബിയർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാണിക്കും. കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ നമ്മൾ എത്ര യൂണിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ടെന്നും ഫ്രീക്വൻസിയും പവർ ഫാക്ടർ, ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മീറ്ററിൽ നിന്ന് ലൈവായിട്ട് ഇപ്പം കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസ് എല്ലാം എത്ര എടുക്കുന്നു ലൈവായിട്ട് അറിയാൻ സാധിക്കുന്നത്. എവിടെയെങ്കിലും കറണ്ട് ലീക്കേജ് ആയോ, എങ്ങനെ യൂണിറ്റ് കൂടുതൽ എരിയുന്നുണ്ടോ എന്ന് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അറിയാൻ സാധിക്കും. ഇനി ഇതെങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത് നോക്കാം. ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു കട്ട ബ്ലാക്ക് ഇതില്ല സംഭവം, ഒരു CT കോയിൽ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയും. അതാണ് ഈ കറണ്ട് അളക്കാനും വാട്ട്സും എല്ലാം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോയിലാണ്. അതിൻ്റെ അകത്തൂടെ നമ്മൾ ഫേസ് ലൈൻ കടത്തി വിടും. നമ്മൾ മെയിൻ വരുന്ന ഫേസ് ലൈൻ അതിൻ്റെ അകത്തൂടെ കടത്തി വിട്ടിട്ടാണ് അതിൽ കൂടെ കയറിയിട്ടാണ് ലോഡിലോട്ട് പോകുന്നത്. വെച്ചാൽ നമുക്ക് വീട്ടിലാണെങ്കിൽ നേരെ MCBയിലോ അങ്ങനെ അല്ലെങ്കിൽ ഏതിലാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 2 ലൈനും ന്യൂട്രലും, അത് ഇതിൻ്റെ വോൾട്ടേജ് ഡിറ്റക്റ്റ് ചെയ്യാനും പിന്നെ ഈ ഡിവൈസിന് വേണ്ടിയുള്ള പവറിനും വേണ്ടിയിട്ടാണ് ആ 2 സപ്ലൈ. ഈ ഇത്രയും കാര്യമുള്ളൂ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരിതാണ്. അതെങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ആണ്ടോ CT ട്രാൻസ്ഫോമർ, കറണ്ട് ട്രാൻസ്ഫോമർ, അത് നമ്മൾ ഫേസ് ലൈനിൻ്റെ അതിൻ്റെ അകത്തൂടെ കടത്തി വിട്ടേക്കുവാണ്. എന്നിട്ട് ഇത് ഫേസ് ലൈൻ നേരെ മേളത്തെ MCBയിലോട്ട് കൊടുത്തേക്കുവാണ്. ഈ MCB ചെന്നിട്ട് MCBയുടെ ഏതെങ്കിലും ഒരു MCBയുടെ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. അതിൽ നിന്നായിരിക്കും ഇതിൻ്റെ വോൾട്ടേജ്, ലൈൻ വോൾട്ടേജും അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, എത്ര വോൾട്ട് ഉണ്ടെന്നും എല്ലാം ഇതും. ഞാനാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് വെക്കേണ്ടത്. ഇതിപ്പോൾ ഇപ്പം 39 വാട്ട്സ് ഇപ്പം വേറെ ലോഡ് കിടപ്പുണ്ട്. ഇനി നമുക്കൊരു ട്യൂബ് ഇടാകുമ്പോൾ ഏകദേശം എത്ര ആവുന്നറിയാം. ഇതൊരു LED ട്യൂബാണ്, അതുകൊണ്ട് ഏകദേശം ഒരു 20 വാട്ട്സ് ആ റേഞ്ച്, 20-21 വാട്ട്സ് എടുക്കത്തുള്ളൂ. അത്രയും കണ്ടിട്ടപ്പോൾ അത്രയും ഇത് കൂടിയതായിട്ട് കാണിക്കും. ഈ ഡിവൈസ് വർക്ക് ചെയ്യാൻ ഏകദേശം 1 വാട്ട്, 1/2 വാട്ട് മതി ഈ ഡിവൈസിൻ്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ലൈറ്റ് നമുക്ക് ഓണും ഓഫും ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്ത് പിന്നെ സ്വിച്ച് ഉണ്ട്. നമ്മളൊരു ഫാൻ, ഇതൊരു BLDC മോട്ടറിൻ്റെ ഫാനാണ്. അതിന് എത്ര വാട്ട്സ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഫാൻ നോക്കി ഇനി ഇതൊരു സ്പീഡ് നമുക്കൊരു അത്യാവശ്യം നല്ല സാധാ ഫാൻ്റെ സ്പീഡിലോട്ട് ഇടുകയാണ്. ഇതൊരു സോളാറിലും കൂടെ കൊടുക്കാവുന്ന ഫാനാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന്. എത്ര വാട്ട്സ് കറണ്ട് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഏകദേശം 27 വാട്ട്സ് ഈ ഒരു ഫാൻ എടുക്കത്തുള്ളൂ. BLDC ഫാൻ എന്ന് പറഞ്ഞാൽ BLDC മോട്ടറിൻ്റെ ഫാൻ ഏകദേശം ഒരു 27-30 വാട്ട്സ് അങ്ങനെ പല വാട്ട്സിലും അവൈലബിളാണ്. ഇപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ചിടുമ്പോൾ തന്നെ എത്ര വാട്ട്സ് എടുക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 4 ഇടുവാണ്. 4 തന്നെ ആയാലും അത്യാവശ്യം നല്ലൊരു സ്പീഡാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പല ഫാനിനും പല സ്പീഡായിരിക്കും. ഇതിന് വേണ്ട 21 വാട്ട്സേ ആവുന്നുള്ളൂ. ഏകദേശം ഒരു LED ട്യൂബിൻ്റെ അത്രയും പവർ ഒരു ഫാനിനാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു BLDC മോട്ടറിൻ്റെ ഫാനായതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്കതൊരു സാധാ ഫാനിൻ്റെ ഓൾമോസ്റ്റ് എത്ര എടുക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു സാധാ ഫാൻ ഇടാൻ പോവുകയാണ്. ഫുൾ സ്പീഡിൽ നമുക്ക് റെഗുലേറ്റർ ഫുള്ള് ഇട്ടിട്ട് എത്ര എടുക്കുമെന്ന് നോക്കാം. ഫാൻ ഓൺ ആകുമ്പോൾ നല്ലൊരു കറണ്ട് 100 വാട്ട്സ് അടുപ്പിച്ച് 100-105 വാട്ട്സ് ഫാൻ സ്റ്റാർട്ട് ആകുമ്പോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 80 ആ റേഞ്ച് വന്ന് നിൽക്കും. ഇത് ഫുൾ സ്പീഡ് നമ്മൾ സാധാ മോട്ടറിൻ്റെ ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 80 വാട്ട്സാണ് എടുക്കുന്നത്. നല്ലൊരു ഡിഫറൻസ് തന്നെയുണ്ട് മറ്റേ ഫാനും ഈ ഒരു പഴയ ഫാനും തമ്മിൽ. അത് നമുക്ക് സ്പീഡ് കുറച്ചിടുമ്പോൾ ഏകദേശം എത്ര എടുക്കും. നമുക്കിതിപ്പോൾ 4 ഇട്ടപ്പോൾ 52 വാട്ട്സാണ് 4 ഇട്ടപ്പോൾ തന്നെ ആവുന്നത്. പിന്നെ നമ്മൾ 2 സ്പീഡ് ഇട്ട് റെഗുലേറ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്പീഡിൻ്റെ വേരിയേഷൻ. 2 ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ വാട്ട്സ് എടുക്കുന്നത് വെച്ചാൽ ഒരു 30 വാട്ട്സോളം എടുക്കുന്നുണ്ട്. മറ്റേ ഫാൻ ഫുൾ സ്പീഡ് ഇട്ടാൽ തന്നെ 30 ആ ഒരു സ്പീഡിൽ അത്രയും വാട്ട്സേ എടുക്കത്തുള്ളൂ. അതാണ് ഈ ഫാൻ തമ്മിൽ വ്യത്യാസം. വേറൊരു ഉപകരണം, നമ്മൾ വാഷിംഗ് മെഷീൻ എത്ര എടുക്കും നമുക്ക് ജസ്റ്റ് മീറ്ററിൻ്റെ അകത്തൊന്ന് നോക്കാം.
ഇതിപ്പം 2000 വാട്ട്സ് എന്ന് വെച്ചാൽ 2 കിലോ വാട്ട്സ്, 2000 വാട്ട്സും 10 ആംബിയറുമാണ് എടുക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ വെള്ളം ചൂടാവാനാണ്ട് അത്ര എടുക്കുന്നത്, അല്ലാതെ 300 ഉള്ളൂ. അങ്ങനെ നമുക്ക് ഓരോ ഉപകരണങ്ങളുടെ എത്ര വാട്ട്സ് എത്ര ഇത് ഉപയോഗിക്കുന്ന എല്ലാം ലൈവായിട്ട് അപ്പം തന്നെ അറിയാൻ സാധിക്കും. ഇത് നമ്മൾ സാധാരണ ഒരു ആവി പിടിക്കുന്ന വേപ്പറൈസർ. നമ്മൾ വിചാരിക്കും വലിയ കറണ്ട് എടുക്കത്തില്ല, ഇതിനും നല്ലൊരു കറണ്ട് നമുക്ക് ഇതിനും എടുക്കുന്നതാണ്. ഇതൊരു 10-700 വാട്ട്സോളം ആ ഒരു റേഞ്ച് തന്നെ. ചിലതിന് വേരിയേഷൻ വരും, എന്നാലും ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് കറണ്ട് ഇതിനും ആവുന്നതാണ്. പിന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നമ്മൾ അയൺ ബോക്സ് നല്ല കറണ്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. അത് ഏകദേശം 10,000 വാട്ട്സ്, അങ്ങനെ പല വേരിയേഷനിലുള്ളത് അവൈലബിളാണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഇത് തന്നെ 900 വാട്ട്സ് ആണ് ഇതിൻ്റെ വൈദ്യുതി ഉപയോഗം വരുന്നത്. ഈ ഒരു ഡിവൈസ് വെച്ച് നമുക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന ഏതൊരു ഉപകരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കി അത് മാറ്റാനും എല്ലാം സാധിക്കും. ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന പഴയ ഫാന്, പഴയ ഫ്രിഡ്ജ്, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് കൂടുതൽ കറണ്ട് എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.